വാരണാസിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ മോദിയുടെ മുട്ടുപിറക്കുകയാണെന്നാണ് സൂചനകൾ. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ 6 പ്രാവശ്യം സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ മോദി തെരഞ്ഞെടുപ്പ് റാലി നടത്തുക എന്ന് വെച്ചാൽ എന്താണ് സ്ഥിതി? അതുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പ്രിയങ്ക ഗാന്ധിയും ഡിംപിൾ യാദവും ചേർന്ന് നടത്തിയ റാലിയിൽ ജനക്കൂട്ടം സർവകാല റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപ് ഒരിക്കലും മോദിയുടെ സ്വന്തം വാരണാസിയിൽ മോദി ഇത്രമാത്രം റാലികൾ നടത്തിയിട്ടില്ല. പലപ്പോഴും ഒരു പ്രാവശ്യം മാത്രം മണ്ഡലത്തിൽ ഒരു റാലി നടത്തി മറ്റ് സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 6 റാലികളാണ് മോദി സ്വന്തം മണ്ഡലത്തിൽ നടത്തിയത്. വിശ്വഗുരുവിന് പേടി തട്ടിയിരിക്കുന്നു എന്നതിന്റെ നേർത്തെളിവാണിത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ്ക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധിയും ഡിംപിൾ യാദവും ചേർന്ന് നടത്തിയ റാലിയിലെ ദൃശ്യങ്ങളാണിവ. ജനസമുദ്രം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ പ്രാവശ്യം BJP 64 സീറ്റ് നേടിയ UP-യിൽ, മോദിയുടെയും യോഗിയുടെയും UP-യിൽ ഭഗവാന്റെ അവതാരമായ സ്ത്രീയിൽ നിന്ന് ജനിക്കാത്ത പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ എതിർ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ കാലുകുത്താനിടയില്ലാത്തത്ര ജനം ആവേശത്തോടെ ഒഴുകിയെത്തുക. കണ്ണെത്താ ദൂരത്തോളമുള്ള ജനങ്ങളുടെ ആവേശകരമായ കടലിരമ്പം. 4 പാടും ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും ബാൽക്കണിയിൽ സ്ത്രീകളും കൊച്ചു കുഞ്ഞുങ്ങളും വരെ ആവേശത്തോടെ വീക്ഷിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അജയ് റായ് പറയുന്നത് ഇങ്ങനെയാണ്. पूरे देश के अंदर गया कि आज काशी की धरती के लोगों ने आज ऐतिहासिक स्वागत किया अपनी नेता प्रियंका जी का, अपने परिवार की नेता डिम्पल जी का आशीर्वाद दिया काशी के लोगों ने. ഐതിഹാസികമായ റാലിയാണ്. രാജ്യം മൊത്തം ഇതിന്റെ അലയടികൾ ഉണ്ടാവും. ഇന്ന് കാശിയിലെ ജനങ്ങൾ അവരുടെ സ്വന്തം നേതാവായ പ്രിയങ്കയ്ക്കും സ്വന്തം കുടുംബാംഗമായ ഡിംപിളിനും ആശീർവാദം നൽകിയിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ മോദിയുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ജൂൺ 1-നാണ് വാരണാസിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദൈവകുമാരൻ വലിയ ഭീതിയിലാണ്. വരും ദിവസങ്ങളിൽ മോദിയുടെ കൂടുതൽ റാലികൾ ഇവിടെ ഉണ്ടാവുമെന്ന് തീർച്ചയാണ്.